റൻ ടൺ 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 ടൺ. ചാക്യാർ അങ്ങോട്ട് വരണുണ്ടേ. കയ്യടിക്കാൻ ഉദ്ദേശിച്ച ആളുകളൊക്കെ ഒന്നടിച്ചോളൂ, നന്നായിട്ട് അടിച്ചോളൂ അല്ലേ. സന്തോഷം. ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ ഈ വേദിയിൽ ഇങ്ങനെ വരിക എന്ന് പറയണ തന്നെ ചാക്യാർക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ എന്താ നമ്മൾ 2050 എത്തിയെന്നുള്ളൊരു തോന്നലുണ്ടോ? ഉണ്ടോ? അതെ. അപ്പോഴാണ് ചില വിദ്വാന്മാർ വിചാരിക്കും ഈ ചാക്യാരെന്താ ഇങ്ങനെന്നല്ലേ, താടിയും മുടിയൊക്കെ ഇട്ട് അല്ലേ, അങ്ങനെ ഒരു തോന്നലുണ്ടോ? ഒന്നും നിരീക്കണ്ട, ഇത് ന്യൂ ജനറേഷൻ ചാക്യാരാ അല്ലേ. ന്യൂ ജനറേഷൻ പറഞ്ഞാൽ അറിയാലോ. ദാ ആ വിദ്വാന്മാരൊക്കെ പോണ പോക്ക് ദാ അവിടെ ന്യൂ ജനറേഷൻ. അവൻ്റെ തല നോക്കി നോക്ക്, കക്കൂസ് കഴുകണ ബ്രഷ് പോലെ ഇരിക്കണു അല്ലേ. എങ്ങനെയാണ് ചില വിദ്വാന്മാരുടെ തല കണ്ട വൈക്കോക്കുണ്ട പോലെ ഇരിക്കും. ഇതൊന്നുമല്ല, ഈ വിദ്വാന്മാരിങ്ങനെ പുതിയ തലമുറയിലെ ആളുകളിങ്ങനെ നടന്നു പോകുമ്പോൾ എന്താ ഇട്ടിരിക്കണ പാൻറ്റൊക്കെ ഇങ്ങനെ കിഴിഞ്ഞിങ്ങനെ ഇറങ്ങി അടിയുള്ള സംഗതിയൊക്കെ കാണാൻ തരത്തില്ല നമ്മുടെ പുതു തലമുറയുടെ നടപ്പേ അല്ലേ. സൂക്ഷിച്ചു നോക്കിയാൽ കാണാം വല്ലോരേന്ന് ആവാഞ്ഞാൽ മതി അല്ലേ. വേറെ ചില വിദ്വാന്മാരുണ്ട് ജോക്കിന്ന് എഴുതി വെച്ചിരിക്കണേ. ഇതിൽ പരം ജോക്കിങ് വേറെ ഇല്ല എന്ന് തന്നെ വേണം പറയാൻ. ഈ വിദ്വാന്മാരെങ്ങാനും ചെന്ന് ഏതെങ്കിലും ക്ഷേത്രമുറ്റത്ത് എന്ന് കുനിഞ്ഞു നിന്നാൽ ഭണ്ഡാരപ്പറ്റിയാ വിചാരിച്ച അവിടെ ആളുകൾ എന്തെങ്കിലും ഇട്ടിട്ട് പോവും അല്ലേ. അതാണ് പുതുതലമുറയുടെ ഒരു പോക്കെ. എന്തായാലും ജെയിൻ യൂണിവേഴ്സിറ്റി 2050 കേരളത്തിൻ്റെ അവസ്ഥ എന്താന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴാണ് പല സ്ഥലത്തും ചില അല്ലേ, UP പ്രയാഗ്രാജ് എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ഒരു മേള നടക്കുന്നു, കൊച്ചിയിൽ ഇവിടെ ഒരു മേള നടക്കുന്നു അല്ലേ. രണ്ടും തമ്മിൽ എന്താ ആഘോഷമാണ്. ഒന്ന് കൊച്ചിയിലെ ആഘോഷം, ഒന്ന് ഇന്ത്യയിലെ മറ്റൊരാഘോഷം. എന്തായാലും ഈ ആഘോഷവേള എന്ന് പറയുമ്പോൾ എന്താ ചാക്യാർ അല്ലേ, പണ്ട് കാലത്ത് ചാക്യാന്മാരുടെ ഒരു സ്വഭാവം അറിയാലോ അല്ലേ. പണ്ട് കാലത്ത് രാജകൊട്ടാരങ്ങളിൽ രാജാവിനെ പോലും വിമർശിക്കാൻ കഴിവുള്ള ആളുകളാണ് ചാക്യാർ എന്ന് കരുതിയിട്ട് ചാക്യാർ ഇത് മുമ്പിലിരിക്കണ ഈ വിദ്വാന്മാരെയൊക്കെ വിമർശിക്കാൻ നിന്ന് കൂത്താവില്ല നടക്കുക, ചാക്യാരെ പിടിച്ച് കൂത്താവും. അപ്പം അങ്ങനെയൊന്നും ഉണ്ടാവരുത് എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ചാക്യാർ നടക്കണേ. എന്താ ചോദിച്ചാൽ കാലം ഇങ്ങനെ മാറി വരികയാണ്. എന്താ ആഘോഷങ്ങളൊക്കെ ഇങ്ങനെ ഒരു ചെറിയ ഹോട്ടലിനുള്ളിലേക്ക് മാറുക. പണ്ടൊക്കെ എങ്ങനെയാ, നമ്മളൊരു ആഘോഷം ഉണ്ടെങ്കിൽ ഒരിലയിട്ട് സദ്യയൊക്കെ കഴിച്ച് ഒരാഘോഷം ഉണ്ടായിരുന്നു. ഇന്നത് മാറിയോ? മാറി. എങ്കടാ ഇപ്പം അടുത്ത കാലത്ത് ചാക്യാരൊരു പിറന്നാളുണ്ടായപ്പോൾ ഭാര്യ പറഞ്ഞു, ഏട്ടാ ഇത്തവണത്തെ ആഘോഷം ഒന്ന് ഗംഭീരാക്കണം. ആവാലോ. എന്താ കാര്യം? നമുക്ക് അടുത്തുള്ള റെസ്റ്റോറൻറ്റിലേക്ക് പോവാം. ഓ, റെസ്റ്റോറൻറ്റിലേക്ക് കഴിയുമ്പോൾ വലിയ ചിലവല്ലേ. അങ്ങനെയല്ല, നമ്മൾ രണ്ടാളും മാത്രമാകുമ്പോൾ വലിയ ചിലവൊന്നും ഇല്ലയെന്ന്. എന്നാൽ ശരി പറഞ്ഞ് ഭാര്യേനെയും കൂട്ടി അടുത്തുള്ള റെസ്റ്റോറൻറ്റിലേക്ക് ചെന്നു. അവിടെ ചെന്നപ്പോഴാണ് അടുത്ത ഡയലോഗ്. എന്താ സംഗതി? ചേട്ടാ പെട്ടെന്നൊന്നും ഭക്ഷണം പറയണ്ട. എന്താ പിറന്നാളല്ലേ, കുറച്ച് നേരം ഇങ്ങനെ മുഖം ഇങ്ങനെ നോക്കിയിരിക്കാം അല്ലേ. വേറെ എവിടെ വേണേലും നോക്കിയിരിക്കാം. സ്വന്തം ഭാര്യയുടെ മുഖത്ത് ഇങ്ങനെ ഒരു 15 മിനിറ്റ് നോക്കിയിരിക്കുക പറഞ്ഞാൽ ഇതിൽ പറയാൻ തഞ്ചക്കട് വേറെ ഇല്ല എന്ന് തന്നെ വേണം പറയാൻ. ചാക്യാർ അതും ചെയ്തു. അപ്പോൾ അടുത്തത് പറയാൻ വരട്ടെ, നമുക്ക് ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ മതി. എന്താ ഈ ക്യാൻഡിൽ ലൈറ്റ്? നമ്മുടെ പഴയ സമ്പ്രദായം. ഒരു മെഴുകുതിരിയും കത്തിച്ച് ഇരുട്ടത്തങ്ങനെ ഇരിക്കുക. ഹോട്ടലുകാരൊക്കെ ഒരു ഗുണമുണ്ട്. എന്താ അതിലൊരു പാറ്റ ചാടിയാലും കുഴപ്പമില്ല, എന്താ കംപ്ലൈൻ്റ് ആയിട്ട് വരില്ല. എന്നാൽ ശരി, അങ്ങനെ ഇരിക്കുമ്പോഴാണ് തൊട്ട ടേബിളിൽ 2 യുവതീവാക്കൾ ഇരിക്കുന്നുണ്ട്. അപ്പോൾ യുവാവ് യുവതിയോട് ചോദിക്കുക, ഫിഷ് മോളി വേണോ മോളെ? ഭാര്യ ഇത് കേട്ടു, ഒന്നിങ്ങനെ നോക്കി. ചാക്യാർ അറിയാത്ത വീട്ടിൽ അവിടെ ഇരുന്നു. അപ്പോഴാണ് വീണ്ടും അടുത്ത ചോദ്യം, ലിവർ വേണോ കരളേന്ന് ഭാര്യ. ഇത് കേട്ടപ്പോൾ ഭാര്യ പറയാണ്, ചേട്ടാ സ്നേഹമുള്ള ഭർത്താക്കന്മാർ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയണം, ഇങ്ങനെ ഇരുന്നിട്ട് എന്താ കാര്യം. അപ്പോൾ ചാക്യാർ ചങ്കല്ലാണ്ട് ചോദിച്ചു, ബീഫ് വേണോ പോത്തേന്ന് അല്ലേ. ഇങ്ങനെ മാറുകയാണ് അല്ലേ. പണ്ടൊക്കെ എങ്ങനെയാ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, ഈ സ്വർണ്ണാഭരണത്തോടെ ഭ്രമമുള്ള വനിതകളുടെ ഒരു കാലം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ അതില്ല. വരിക
ഇപ്പോഴാണ് യൂണിവേഴ്സിറ്റി ഒന്ന് ഉഷാറായത്. നന്നായി. എന്തൊക്കെയോ ബാഗിൽ സംഗതികളൊക്കെ ആയിട്ടാണ് വരവ്. നന്നായി. അപ്പം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, സ്വർണ്ണാഭരണത്തോട് ഭ്രമമുള്ള വനിതകളുടെ കാലം മാറി അല്ലേ. പണ്ടത്തെ വല്യമ്മയുടെ പേരെന്താ ചോദിച്ചാൽ പറയും പൊന്നമ്മ. കഴുത്തിൽ വാഴുന്നാരാവും, എന്നാലും പേര് പൊന്നമ്മ. എന്താ പേര്? തങ്കമ്മ. പേരൊക്കെ കേട്ടാൽ തങ്കപ്പെട്ട സ്വഭാവം വിചാരിക്കും. പക്ഷെ കയ്യിലിരിപ്പ് പറയണമെങ്കിൽ അയലൊക്കെ തന്നെ ചോദിക്കണം. എന്താ പേര്? കനകമ്മ. കനകം മൂലം കാമിനി മൂലം പറഞ്ഞ പോലത്തെ അവസ്ഥയാണ്. എന്താ ഇങ്ങനെ മാറി? മകളുടെ പേരെന്താ? സ്വർണ്ണലത. മകൻ്റെ പേരെന്താ? പവൻ. ഇങ്ങനെ സ്വർണത്തോടുള്ളൊരു ഭ്രമം മലയാളികളുടെ. എന്താ ചെയ്യുക? ശിവ ശിവ. ഇതൊക്കെ കഴിഞ്ഞ് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ കുട്ടികളുടെ പേരുകളുടെ രീതിയൊക്കെ മാറി. എന്താ? അച്ഛൻ്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരവും അമ്മയുടെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരവും സമാസമം ചേർന്നുകൊണ്ടാ കുട്ടികൾക്ക് പേരിടുക. എന്താ വെച്ചാൽ അച്ഛൻ്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം ഉണ്ടാവും, അമ്മയുടെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം ഉണ്ടാവും. ഇവിടെ എന്താ? അച്ഛൻ്റെ പേരിൻ്റെ കൃഷ്ണൻ. ഏയ് തരക്കടമൊന്നുമില്ല, ഭഗവാന്റെ നാമധേയം. അമ്മയുടെ പേരെന്താ? മിനി. ഏയ് അച്ഛൻ്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരവും അമ്മയുടെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരവും വെറുതെ എല്ലാ കൃമി പോലെ ഇരിക്കണേ അല്ലേ. ഇതെന്താ കഥ? അച്ഛൻ്റെ പേരെന്താ? നാരായണൻ. ഏയ് തരക്കടമൊന്നുമില്ല. അമ്മയുടെ പേരെന്താ? യമുന. ഏയ് രണ്ടും കൂടി ചേർന്നാൽ സംവരണം പോലും തരാവില്ല. ഇതൊക്കെ മാറി കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ സംഗതി മൊത്തം മാറി. എന്താ? അച്ഛനെവിടെയാ? ബോംബെയില്. അമ്മ എവിടെയാ? ഡൽഹിയില്. എന്നാ മോൾക്ക് ബോണ്ടാന്ന് പേരിട്ടാലോ അല്ലേ. അങ്ങനെയാണ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നൊരു കാലത്തിൻ്റെ ഒരു അവസ്ഥ. എന്തായാലും നമ്മളിങ്ങനെ കുടുംബസമേതൊക്കെ ഇങ്ങനെ വരിക പറഞ്ഞാൽ കണ്ടോ നല്ല ജോഡികളവിടെ ഇരിക്കണേ. കാണാൻ തന്നെ എന്താ ഒരു അഴകല്ലേ. നമ്മൾ കല്യാണം കഴിഞ്ഞ് കുറച്ച് കാലം, സത്യം പറഞ്ഞാൽ ഇതൊരു യൂണിവേഴ്സിറ്റിയുടെ ഒരു കുടുംബമാണ്. മുമ്പിലെ മുണ്ടിട്ടുള്ള വിധം കാലം ഒന്ന് നേരിട്ടോളൂ. ഒന്നും ഉണ്ടായിട്ടല്ല, പുറകിലുള്ള ആളുകൾക്ക് അത്ര അബദ്ധം ഉണ്ടാവില്ല. ചാക്യാർ ഇവിടുന്ന് നോക്കി അബദ്ധമാവണ്ടല്ലോ തിരിച്ചിട്ടാ അല്ലേ. എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, കല്യാണം കഴിഞ്ഞിങ്ങനെ കുടുംബമായിട്ട് ഭാര്യയൊക്കെ ആയിട്ട് ഇങ്ങനെ പോണ സമയത്ത് നാട്ടുകാർ പറയും, എന്താ നാട്ടുകാർ പറയാ, ഹൈ ഇത്രയും മനോഹരമായിട്ടുള്ള അല്ലേ ജോഡികൾ വേറെ ഇല്ല. ഹേയ് കണ്ടോ എന്താ ഐശ്വര്യം. ഇരിക്കണ ഇരിപ്പ് നോക്ക് അല്ലേ. ആ തല കാണുമ്പോഴാണ് വലിയ സന്തോഷം. ഈ തലയൊക്കെ ആയിട്ട് റംസാൻ മാസത്തിൽ മലപ്പുറം ഭാഗത്തേക്ക് പോയാൽ നിലാവ് കണ്ടു പറഞ്ഞ അപ്പം പെരുന്നാൾ ആഘോഷിക്കും. അതാണ് ആ തലയുടെ പുണ്യം. അപ്പം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിങ്ങനെ പോവും. ഇത്രയും മനോഹരമായിട്ടുള്ള ജോഡികൾ വേറെ ഇല്ല കേട്ടോ. എറണാകുളം ടൗണിലില്ല, സംശയമില്ല. എന്താ കാര്യം? കല്യാണം കഴിഞ്ഞ് കുറച്ച് കാലം കഴിഞ്ഞാൽ ഭർത്താവ് പറയും, ഭാര്യ കേൾക്കും. ആദ്യകാലങ്ങളിൽ അങ്ങനെയാണല്ലോ. അതല്ലേ സാറേ നാട്ടു നടപ്പ്. 6 മാസം കഴിഞ്ഞാലോ സംഗതി മൊത്തം മാറി. എന്താ? ഭാര്യ പറയും, ഭർത്താവ് കേൾക്കും. അങ്ങനെയാണല്ലോ. ഇല്ലെങ്കിൽ തഞ്ചക്കടാണ് അല്ലേ. ചില വിദ്വാന്മാരെങ്ങനെ അറിയോ, വീട്ടിൽ പുറത്തൊക്കെ ഭയങ്കര പുലിയാ, വീട്ടിൽ ചെന്നാൽ അല്ലേ അവിടെ ദുർഗാദേവിയുടെ താണ്ഡവം തന്നെ കാണണം. അപ്പം അങ്ങനെയാണ്. അത് കഴിഞ്ഞ് അല്ലേ കല്യാണമൊക്കെ കഴിഞ്ഞ് കുറച്ച് കാലം കഴിയുമ്പോൾ സംഗതി മാറി. ഭാര്യയും ഭർത്താവും പറയും, നാട്ടുകാർ മൊത്തം കേൾക്കും അല്ലേ. അങ്ങനെയാണ്. 1-2 കുട്ടികളൊക്കെ ആയാൽ സംഗതി മൊത്തം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ നമ്മളിങ്ങനെ മാറുക. സംഗതി എന്താ ചോദിച്ചാൽ, ചാക്യാർ ചെല്ലണോടത്തൊക്കെ ഒരു ഉപദേശം കൊടുക്കും. ഉപദേശം പറഞ്ഞാൽ, വീടിൻ്റെ അടുത്തൊരു ദിവാകരൻ മാഷുണ്ട്. ദിവാകരൻ മാഷ് പറഞ്ഞാൽ എത്ര നല്ല വിദ്വാനാ. പുള്ളിക്കാരൻ എന്തുണ്ടെങ്കിലും ഭാര്യയുടെ അടുത്ത് അവിടെ ഇങ്ങനെ ചെന്ന് പറയും, എന്താ പറയുക, എടി എന്ന് വിദ്യാലയത്തിൽ ഒരു പുതിയ അധ്യാപിക ജോയിൻ ചെയ്തിട്ടുണ്ട്, നല്ല സുന്ദരിയാണ്. ഓ ഇത് കേട്ടപ്പോൾ ഭാര്യയുടെ മുഖം ഇങ്ങനെ മാറി. പുള്ളിക്കാരൻ അത് മനസ്സിലായി. പുള്ളിക്കാരൻ പറഞ്ഞു, അല്ല നിൻ്റെ അത്രയും ചന്തല്ല കേട്ടോ, പക്ഷേ മൂക്കിന് താഴെ ചെറിയൊരു പൊടിമീശുണ്ട്. ഭാര്യ മിണ്ടിയില്ല, ഭാര്യ അനങ്ങിയില്ല. അത് കഴിഞ്ഞൊരു 2 ആഴ്ച കഴിഞ്ഞ് പുള്ളിക്കാരൻ വീട്ടിലേക്ക് ഇങ്ങനെ പോണ വഴിക്ക് അവിടെ കുറച്ച് ഹോളോ ബ്രിക്സൊക്കെ കൂട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് കാണാതെ പുള്ളിക്കാരൻ കാല് തെറ്റിയൊരു വീഴ്ച. മേലാചകലം ജോലി ഒലിപ്പിച്ചും കൊണ്ട് പുള്ളിക്കാരൻ വീട്ടിലേക്ക് ഇങ്ങനെ വരിക. ഇത് കണ്ട് ഭാര്യയാകെ പേടിച്ചു. എന്താ ചേട്ടാ, എന്താ വരിക സന്തോഷം.
എന്താ ഒരഴകേ അല്ലേ? ആ, അതാണ് നമ്മളിപ്പോൾ അങ്ങനെയാണ്. നമ്മൾ സീരിയലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ അല്ലേ? എന്താ ചെയ്യുക, സീരിയലിൽ കിടന്നുറങ്ങുകയാണെങ്കിൽ പോലും പട്ടുസാരി കൊടുത്തിട്ടുള്ളൊരു ഉറക്കണ്ട്. അല്ല, ഇവിടെ അങ്ങനെയാണ് നല്ല കേട്ടോ പറയണത്. യൂണിവേഴ്സിറ്റി ആകുമ്പോൾ 10 ആൾ കാണുന്നതാണ്. ഇതിന് ഇതേപോലെ ചാക്യാരുടെ പോലെ വന്നിട്ട് ഒരു കാര്യമില്ല. അതാണ്. അപ്പം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ നമ്മൾ മേലാസകലം ജോലി ഏൽപ്പിച്ചും കൊണ്ട് ദിവാകരൻ മാഷ് ഭാര്യ അടുത്ത് ചെന്നു. ഭാര്യ അടുത്ത് ചെന്നാൽ ഈ ആണുങ്ങൾക്ക് ഈ വിദ്വാനോടാ കേട്ടോളൂ. ഈ ആണുങ്ങൾക്കൊരു പ്രത്യേക സ്വഭാവമുണ്ട്. എന്താ, എന്ത് നമുക്ക് പറ്റിയാലും അത് വീട്ടിലിരിക്കണ പെണ്ണുങ്ങളുടെ അടുത്ത് ചെന്ന് തീർക്കും അല്ലേ? അങ്ങനെയാണല്ലോ. അപ്പോൾ അത് മുറിയായി ആകെ ചെന്ന് പറഞ്ഞു, എന്താ ആരാടി അവിടെ ആ ഹോളോബ്രീത്തൊക്കെ കൊണ്ടുപോയിട്ടേ? ഞാൻ ഇരുട്ടത്താച്ചാ കണ്ടില്ലേ, ഇപ്പം മേലാസകലം മുറിയായി. ഇത് കേട്ടപ്പോൾ ദിവാകരൻ മാഷോട് ഭാര്യ പറഞ്ഞ എന്താ അറിയോ? മിനി ടീച്ചറുടെ ഇത്രയും പോകുന്ന മീശ കണ്ടങ്ങൾക്ക് ഇത്രയും വലിയ ഹോളോബ്രിക്സ് കാണാൻ കഴിഞ്ഞില്ലാലേന്ന് അല്ലേ? ഇങ്ങനെയാണ് നമ്മൾ വെറുതെ പറഞ്ഞിട്ട് അബദ്ധം വാരിക്കൂട്ടണ്ട അല്ലേ? അപ്പം അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നൊരു സംസ്കാരം 2050 വരുമ്പോൾ ഒരു ദിവസം രാവിലെ ചാക്യാരിങ്ങനെ എണീറ്റ സമയത്തൊരു പത്രം ഇങ്ങനെ വീട്ടിൻ്റെ മുമ്പിൽ ഇങ്ങനെ വന്നു. കണ്ടു, സന്തോഷമായി. 2016 18 ഒരു പണി കിട്ടിയത്. ആ ഒരു വിഷമത്തിലൊരു ഞെട്ടലിങ്ങനെ ഇരുന്നു. തരക്കടൊന്നുമില്ല, പോയടി, മൊത്തം പോയി. ഇനിയിപ്പോൾ ഒരു ചായ കുടിക്കണമെന്നുണ്ടെങ്കിൽ ആ വിദ്വാനോട് ചോദിക്കണം അല്ലേ? അങ്ങനെയാണല്ലോ. ഇതൊരു ദിവസം നിന്ന പോക്കായി. കുഴപ്പമില്ല, പോണ പോലെ നമ്മൾ അങ്ങോട്ട് പോവാന്ന് നിരീക്കുമ്പോഴാണ് അടുത്ത കോളം വന്നു. അവിടെ എന്താ സംഗതി? ഭൂമിയും പിന്നെ അവിടെ ചൊവ്വ പന്ത് കളി കേമായിരിക്കണമല്ലോ. അപ്പോൾ ചാക്യാർക്കൊരു ചങ്ക വരാതില്ല. എന്താ, ഇത്രയും പോകുന്ന മോനോടത് പറയണ്ടായില്ലല്ലോ, ഇവൻ പന്ത് കളിയുടെ ആശാനാണല്ലോ. എന്തേ പറയാഞ്ഞേ? ചാക്യാർക്കൊരു ശങ്ക വന്നു. അത് അല്ല, റിസർവ് ബാങ്കുകാരനുടെ കാര്യമൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അത് അത്രയും കൂടെ ശ്രദ്ധ പോയില്ല. അപ്പോൾ അത് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഇവിടുത്തെ ഗവർണർ തന്നെ ചാക്യാർക്ക് അറിയില്ല, പിന്നെ റിസർവ് ബാങ്ക് അല്ലേ? ആ ഗാന്ധിയുടെ ഒരു പടം ഉള്ളതുകൊണ്ട് ഇങ്ങനെ ഒത്തു പോവുക. അപ്പം അത് ശരി. അതും കഴിഞ്ഞ് നിൽക്കുമ്പോഴാണ് വീണ്ടും അടുത്തൊരു കോളം, റോബോട്ട് മന്ത്രി. സംഗതി കളി മാറി. വീണ്ടും താഴേക്ക് ഒന്നും ഇങ്ങോട്ട് നോക്കിയപ്പോഴാണ് ജെയിൻ യൂണിവേഴ്സിറ്റി. അമ്പടാ, കേമന്മാരാണല്ലോ ഇവിടെ ഇരിക്കുന്നത്. ഈ വിദ്വാന്മാരൊക്കെ കേമന്മാരാണ്, നാളേക്കുള്ള വാഗ്ദാനങ്ങളാണ് എന്ന് ചാക്യാർ അവിടെ തീരുമാനിക്കുക. അതും കഴിഞ്ഞ് TV വെച്ചു. അപ്പോഴാണ് ഇതേപോലെ നല്ല ചന്തമുള്ളൊരു തലയിട്ടൊരു വിദ്വാൻ വരണേ. വിദ്വാൻ ഇതൊന്നും അറിയാണ്ട് ഇങ്ങനെ വായിച്ചിങ്ങനെ കൂട്ടുക. സംഗതി ഇങ്ങനെ മാറിയല്ലോ. അപ്പോഴാണ് നമ്മൾ ഈ കാണുന്നത്. എന്താ, ഇങ്ങനെ തന്നെയല്ലേ ദിവസവും ഇങ്ങനെ എഴുന്നള്ളിച്ച് വിടണത് അല്ലേ? അവിടെ നമുക്ക് തോന്നുക റിസർവ് ബാങ്ക് ഗവർണർ ആരായാലെന്താ, പ്രധാനമന്ത്രി ആരായാലെന്താ, ശിവ കാലം പോയൊരു പോക്കേ. അപ്പോൾ നമുക്കിവിടെ ചിലരെയൊക്കെ അറിയാൻ പറ്റി എന്നുള്ളതാണ് ജെയിൻ യൂണിവേഴ്സിറ്റി ചെയ്ത വലിയൊരു കാര്യം അല്ലേ? കൈയടിച്ചോളൂ. അപ്പം അങ്ങനെയാണ്. കാരണം നമ്മളെ മലയാളികളുടെ സ്വഭാവം പറഞ്ഞാൽ എന്താ, മലയാളികൾ പ്രബുദ്ധ മലയാളികളാണ്. പ്രബുദ്ധ കേരളം അല്ലേ? അതിൽ തർക്കമൊന്നുമില്ല. പ്രബുദ്ധ കേരളം നമ്മളെങ്ങനെയാ ഈ മലയാളികളെ തിരിച്ചറിയുക? പണ്ടൊക്കെ ആണെങ്കിൽ ഒരു ചോദ്യം ചോദിക്കായിരുന്നു, ഇതാ മലയാളീനെയും ബംഗാളീനെയും എങ്ങനെ തിരിച്ചറിയുക? എങ്ങനെയാ? ഒറ്റ വഴിയുള്ളൂ, കുമ്പുള്ള ആൾ തന്നെയാണ് മലയാളി. അതിൽ തർക്കമില്ല. ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ ഇവിടെ വന്ന് ബംഗാളികൾക്കും കുമ്പം വരാൻ തുടങ്ങിയിരിക്കണു. അങ്ങനെയാണ്. പക്ഷെ അങ്ങനെയല്ല. നമ്മുടെ മലയാളിയുടെ ഒരു സ്വഭാവം എന്താ, എല്ലാത്തിനെയും വിമർശിക്കാൻ കഴിവുള്ള ആളുകളാണ് ഈ മലയാളികളെ. കാരണം എന്താ, പൊറാട്ട കഴിക്കരുത്, എന്താ മൈദയാണ് മൈദ. ബീഫ് കഴിക്കരുത്, കൊളസ്ട്രോൾ കൂടും. അടുത്ത ചായക്കടയിൽ ചെന്ന് ആദ്യം പറയണ വിഭവം ഇതന്നെയാണ്. അങ്ങനെയാണ്. വീട്ടിലൊരു കറണ്ട് പോയാൽ നമ്മളെന്താ ചെയ്യുക? മെയിൻ സ്വിച്ച് നോക്കുമോ? ഇല്ല. ജനലൊന്ന് തുറക്കും, എന്നിട്ടൊന്ന് നോക്കും. അയലോക്കത്തും കറണ്ടില്ല, നമ്മുടെ വീട്ടിലും കറണ്ടില്ല അല്ലേ? അങ്ങനെയാണ് നമ്മുടെ മലയാളികളുടെ ഒരു രീതി. പക്ഷേ നമ്മളിങ്ങനെ നമുക്കെല്ലാം അറിയാമെന്ന് വിചാരിക്കുകയും പല കാര്യങ്ങളിലും നമുക്ക് അറിവ് കുറവാണ്. ചാക്യാർക്കൊരു സംശയമുണ്ട്, അറിയണ ആളുകളൊന്ന് പറഞ്ഞു തരണം. സൈക്കിളിൻ്റെ മലയാള പദം ആർക്കെങ്കിലും അറിയോ?
അവിടെ ആവാം. നിശുണ്ടോ? ചാക്യാരങ്ങോട്ട് ഇറങ്ങണോ? ആർക്കെങ്കിലും നിശുണ്ടോ? സൈക്കിളിൻ്റെ മലയാള പദം. ഇരുചക്ര വാഹനം ബൈക്കായാലോ? സൈക്കിളല്ലേ ചോദിച്ചേ? എന്താ യൂണിവേഴ്സിറ്റിയുടെ ഒരു നിശബ്ദത അല്ലേ? ഇവിടുത്തെ അധ്യാപകർ വിചാരിക്കുന്നുണ്ടാവും ഇത്രയും നിശബ്ദമായിരിക്കണോ സദസ്സുണ്ടോ എന്നല്ലേ. അത് നിശുണ്ടോ? ഇവിടെ ഇവിടെ അവിടെ പറ്റി ഇവിടെ അല്ലേ? പറയാ ഇരുചക്ര സമവർത്തന ചലന യന്ത്രം. ഒരു കയ്യടി കൊടുക്ക. ഇരുചക്ര സംഗതി ശരിയാണോ? ഇതാണ് നമുക്കറിയില്ല. എന്നാ പുള്ളിക്കാരത്തി പറയണത് ശരിയാന്ന് നിരീക്ഷിക്കുക, അല്ലാതെ എന്താ ചെയ്യുക അല്ലേ? ചാക്യാർ പഠിച്ചൊരു സംഗതി ഉണ്ട്, അത് പറയാ പറ്റുകയാണെങ്കിൽ അതും പഠിച്ചോളൂ. പദാക്രാന്ത ചലന ദ്വിചക്ര ശകടം. ഒന്ന് കയ്യടിച്ചോളൂ. ഇനി വളരെ സിമ്പിളായിട്ടൊരു സാധനം കൂടെ ചാക്യാർ ചോദിക്കാം. എളുപ്പമാണ്. നമ്മളൊക്കെ ഇങ്ങനെ അറിവുകളുടെ നിറകൂടാണല്ലോ അല്ലേ? എന്താ അല്ല, അങ്ങനെയാണ് നമ്മുടെ മലയാളികളൊക്കെ, അങ്ങനെ തന്നെയാണ് അല്ലേ? സോപ്പ് നമ്മൾ ദിവസവും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാധനം. സോപ്പിൻ്റെ മലയാള പദം ആർക്കെങ്കിലും നിശുണ്ടോ? ഉണ്ടോ? ഗൂഗിൾ അടിച്ചു നോക്കുക അല്ലേ? എല്ലാം തരണ ആളാ. പഴയ അധ്യാപകനൊന്നും ഇപ്പോൾ വേണ്ട, ഗൂഗിൾ മതി അല്ലേ? അധ്യാപകരുടെ ഒരു അവസ്ഥ കാണുന്നുണ്ടല്ലോ സാറേ അല്ലേ? എന്താ ചെയ്യുക? പണ്ടൊക്കെ ഒരു ചൂരലുണ്ടെങ്കിൽ ഒരു തലമുറയെ വരെ വാർത്തെടുക്കാമെന്നാ പറഞ്ഞിരിക്കണേ. ഇന്ന് അങ്ങനെയല്ല, ചൂരൽ വേണ്ട, എന്തുണ്ടായിട്ടും കാര്യമില്ല. ആദ്യം നമ്മളുടെ ശിക്ഷണം അധ്യാപകരല്ല, മാതാപിതാക്കളുടെ ശിക്ഷണമാണ് ആദ്യം വേണ്ടത് പുതുതലമുറയെ അല്ലേ? കിട്ടിയോ? ഗൂഗിൾ അടിച്ചിട്ട് എവട്ടെ ഇല്ല. മാർജാരദ്രവ്യോ? മാർജനദ്രവ്യം അതാണോ? ഗൂഗിൾ പറഞ്ഞതാ, എൻ്റെ കാര്യമല്ല. ഇതാണ് പല കാര്യങ്ങൾക്കും ഇപ്പോൾ നമുക്ക് ഇഷ്ടം. ആരാ? ഗൂഗിളാ അല്ലേ? ഗൂഗിൾ മതി. എന്നാ കേട്ടോളൂ. മലിന നിവാരണ പദോൽപ്പന്ന പിണ്ഡം. വീട്ടിൽ ചെന്നിട്ടേ ഇനി വേലക്കാരനോടോ, ഭർത്താവിനോടല്ല, വേലക്കാരനോടൊക്കെ പറയുമ്പോൾ എന്താ പറയുക? സോപ്പ് പറയണ്ട. കാരണം നമ്മുടെ ഭരണഭാഷ മലയാളമാക്കുക അല്ലേ? മാതൃഭാഷ മലയാളം അല്ലേ? അപ്പം അത് മതി. അപ്പം എന്തു പറയണം? മലിന നിവാരണ പദോൽപ്പന്ന പിണ്ഡം വാങ്ങിയിട്ട് വാന്ന് പറയാ അല്ലേ? നന്നായി. അതോടെ നമ്മുടെ പിണ്ഡം എടുക്കും. അത്രയേ ഉള്ളൂ. ഇങ്ങനെയാണ് നമ്മുടെ ഒരു തലമുറ എന്ന് പറയുന്നത് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. പണ്ട് കാലത്തൊക്കെ എങ്ങനെയാ ചോദിച്ചു കഴിഞ്ഞാൽ അല്ലേ, ഒരു തലമുറ, ഒരു സംസ്കാരം തന്നെ മാറുക. എങ്ങനെയാ മാറിയത്? എല്ലാ തരത്തിലും നമ്മുടെ സംസ്കാരം മാറുകയാണ്. വേഷവിധാനങ്ങളിലൂടെ മാറിക്കൊണ്ടിരിക്കുക. പണ്ടൊക്കെ ഷീലയുടെയും ജയഭാരതിയുടെയൊക്കെ സിനിമ കാണുമ്പോൾ അല്ലേ എന്തൊരഴകായിരുന്നു. ഇന്ന് പറയണ ബോഡി ഷെയ്മിങ് എന്ന് പറയണ ഒരു സംഗതിയൊന്നും ഇല്ലാത്തൊരവസ്ഥയാ. എന്താണ് ഇതുപോലെ ഇങ്ങനെ കയറി വരും കേട്ടോ. ഇത്രേ ഉണ്ടാവുള്ളൂ. പക്ഷെ നമുക്കൊരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഇപ്പം എന്താ അറിയില്ല, പുതുതലമുറയ്ക്ക് ഇങ്ങനെയൊന്നുമല്ല. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ആന്ധ്രയിൽ നിന്നും വന്നൊരു വസ്ത്രമുണ്ട് സ്ത്രീകൾ ഉപയോഗിക്കുന്നത്. എന്താ? ചുരിദാർ എന്ന് പറയുന്നൊരു സാധനം അല്ലേ? അതിനിങ്ങനെ വളരെ മനോഹരമായിട്ടുള്ളൊരാളുണ്ടായിരുന്നു. അതിതാ ഇങ്ങനെ ഇട്ടിങ്ങനെ നടന്നാൽ ഇതിൽ പരം ആനന്ദം വേറെന്താ പറഞ്ഞ പോലെയാ. പക്ഷെ എന്താ സംഗതി? കുറച്ച് കഴിഞ്ഞപ്പോൾ ഇത് ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയില്ലേ? കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ചിലർക്ക് തോന്നി ഇത് ഇങ്ങനെയല്ലല്ലോ വേണ്ടത്, ഇങ്ങനെ കിടക്കട്ടെ. അപ്പം അതും വേണ്ട പറഞ്ഞു. ബോക്സിങ്ങിന് പോണ പോലെയാണേ. ഒന്നും വേണ്ട. അല്ല, അങ്ങനെയാണ്. ഇത് നമ്മുടെ വസ്ത്രം, നമ്മുടെ അവകാശം, നമ്മുടെ സ്വാതന്ത്ര്യം. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മുടെ ഇഷ്ടവസ്ത്രം ഏതാ? കേരളീയ തനിമയുള്ള വസ്ത്രം അല്ലേ? മുണ്ടും നേരിയതൊക്കെ ഇതുപോലെ മനോഹരമായിട്ട്. എന്നാ ചിങ്ങം 1-നും അല്ലെങ്കിൽ വിഷുവിനോ ഓണത്തിനോ മാത്രം ചുറ്റുന്നൊരു സംഗതി. അതിങ്ങനെ കടന്നാൽ നമ്മൾ വലിയ കുഴപ്പമില്ല. പക്ഷേ എന്താ സംഗതി ചോദിച്ചാൽ വീണ്ടും നമ്മൾ എവിടെയാ? നമ്മൾ വസ്ത്രം ഇങ്ങനെ വേഷം ഇങ്ങനെ കൊണ്ടുവരികയാണ്. നമ്മുടെ മലയാളികൾ വേഷം കൊണ്ടുവന്ന് തുടങ്ങി. പിന്നെന്താ ചോദിച്ചാൽ ബ്ലൗസിലൊരു ഫാഷൻ. എന്താ? ബ്ലൗസിൻ്റെ പുറകിൽ കാണാൻ ഒരു ജനാല, ഒരു കയറൂട്ട് കെട്ടിയിട്ടുണ്ടാവും.
ഇപ്പം അതും മാറി ചിലരെ കണ്ടാൽ ചാക്യാരുടെ പുറം പോലെ ഉണ്ടാവും അല്ലേ? ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്കാരത്തിലേക്കാണ് നമ്മുടെ മലയാളികളൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും മാറ്റങ്ങൾ നല്ലതിനാവട്ടെ. നല്ല നല്ല കാര്യങ്ങളിലൂടെ, നല്ല സംസ്കാരത്തിലൂടെ നമുക്ക് പോകാൻ കഴിഞ്ഞാൽ തന്നെ നമ്മൾ 2050 പോകുന്ന കാര്യങ്ങൾ 2025 തന്നെ നമുക്ക് നടപ്പാക്കാൻ പറ്റും. കാരണം എന്താ? ഒരു സോഷ്യൽ മീഡിയ എന്ന് പറയുന്നൊരു സംഗതി ഉണ്ട് അല്ലേ? ഇപ്പം എന്താ സംഗതി? ഫേസ്ബുക്ക് ആർക്കും ഇല്ല. ഫേസ്ബുക്കിൻ്റെ അവസ്ഥ എന്താ? ഉമ്മറത്തെ ചാര് കസേര പോലെയാ, അപ്പാപ്പന്മാരുടെ മാത്രം. പിന്നെന്താ സംഗതി? വാട്സപ്പ് എന്താ? ഷുഗറുള്ള ആൾക്കാർ ഇടയ്ക്കിടയ്ക്ക് ബാത്റൂം പോലെ ഇടയ്ക്കൊന്നിങ്ങനെ തോണ്ടണം അല്ലേ? ഇപ്പം എന്താ നമ്മളൊക്കെ ഉപയോഗിക്കണ വേറെ സംഗതി എന്താ? ഇൻസ്റ്റാഗ്രാം. എന്താ സ്പീഡ്! അത്രയും വേഗം പോണ സംഗതിയാണ് അത്. ഇപ്പം അങ്ങനെ പല പല മാധ്യമങ്ങളിലൂടെയാ ചാക്യാർ ഇങ്ങോട്ട് വരണ വഴിക്ക് ചാക്യാരുടെ ഒരു വല്യമ്മ വിളിക്കണ്ടായി വീഡിയോ കോളിൽ. കോള് കണ്ട് ചാക്യാർ സന്തോഷിച്ചു. പക്ഷേ പെട്ടെന്നാണ് കോള് കണ്ട് വല്യമ്മ എന്താ ഒരു കിണറിൻ്റെ അവിടെ നിന്ന് വിളിക്കണേ. വല്യമ്മ കിണറ്റിലേക്ക് എങ്ങാനും ചാടിയോന്നൊരു പേടി. കാരണം ഇങ്ങനെ എന്താ ഒരു കിണറും കുറച്ച് പുല്ലും ഇങ്ങനെ കാണുക. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് സംഗതി മനസ്സിലായത്. അവിടെ ഫോൺ പിടിച്ചിരുന്നേ, മൂക്കിൻ്റെ തുമ്പത്തെ. ഇങ്ങനെ വന്നപ്പോഴാണ് അയ്യോ വല്യമ്മ എന്താ അവസ്ഥ. ഇപ്പോൾ വല്യമ്മയുടെ പരാതി എന്താ അറിയോ? വീട്ടിൽ വല്യച്ഛൻ മരിച്ചിട്ട് എല്ലാവരും വന്ന് ആദരാഞ്ജലി അർപ്പിച്ചു. അപ്പോൾ ഇപ്പോൾ വല്യമ്മയുടെ പ്രശ്നം എന്താ വെച്ചാൽ വല്യമ്മയുടെ വാട്സപ്പിൽ ആരും മെസ്സേജ് അയച്ചില്ല എന്നുള്ളതാ. അങ്ങനെ ഒരു സോഷ്യൽ മീഡിയയിലേക്ക് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. എന്താ ചോദിച്ചാൽ ഇന്നത്തെ തലമുറയുടെ കാര്യം പറയാതിരിക്കാൻ വയ്യ. കാരണം എന്താ ചോദിച്ചാൽ ഇപ്പം അടുത്ത കാലത്ത് ഗുരുവായൂർ അമ്പലനടയിൽ ഒരമ്മ അവിടെ ഇരിക്കുക. എന്താ സംഗതി? സ്വന്തം മകളെ അമ്മയെ അവിടെ കൊണ്ടുവിട്ടു. എന്താ കാര്യം? രാവിലെ കുളിച്ചൊരുങ്ങി ഇരിക്കാൻ അമ്മയോട് ആവശ്യപ്പെട്ടു. അമ്മേ, നാളെ നമ്മൾ ഗുരുവായൂർക്ക് പോവുകയാണ്. ആണോ? ഇത്രയും പരമാനന്ദം വേറെ ഇല്ല അമ്മയ്ക്ക്. കാരണം കുറേ നാളായി കണ്ണനെ കാണണം എന്ന് നിരീക്ഷിച്ചിട്ട് എന്നാ ശരി പറഞ്ഞേ. അങ്ങനെ അമ്മ ആ മകളോടൊപ്പം ഗുരുവായൂർ അമ്പലനടയിലേക്ക് ചെന്നു. അവിടെ ചെന്നപ്പോൾ മകളെന്ന് പറഞ്ഞു, അമ്മ ഇവിടെ ഇരിക്കേ, ഞാൻ ഇപ്പോൾ വരാം. അങ്ങനെ അമ്മ അവിടെ കുറേ നേരം ഇങ്ങനെ ഇരിക്കുക. എന്താ സംഗതി? മകളിപ്പോൾ വരും. അങ്ങനെ നേരമൊക്കെ ഇരുട്ടിക്കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് സംഗതി ആദി കൂടി. അപ്പോഴും ആ അമ്മ ചിന്തിച്ചില്ല എൻ്റെ മകൾ തന്നെ തനിച്ചാക്കി പോയതാണ് എന്ന് അമ്മ ചിന്തിച്ചില്ല. അമ്മ വിചാരിച്ചത് എന്താ അറിയോ? എൻ്റെ മകൾക്ക് എന്തെങ്കിലും പറ്റിയോ എന്ന് നിരീക്ഷിച്ചിട്ട് അമ്മ അങ്ങനെ ഇരിക്കുക. അങ്ങനെ ആദിമൂത്ത് സംഗതി മൊത്തം മനസ്സിലായി. അമ്മ ഇപ്പോൾ വൃദ്ധസദനത്തിലാണ്. ഇങ്ങനെയല്ല ആവേണ്ടത്. നമ്മൾ പുതുതലമുറയെ നമ്മളോട് ചേർത്ത് നിർത്തുന്ന അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ ഈ പുതുതലമുറ പഴയ തലമുറയെ കൂടി ചേർത്ത് നിർത്തുന്ന അവസ്ഥയിലേക്ക് പോകട്ടെ. അങ്ങനെ ഒരു പുതു ലോകം തന്നെ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ചാക്യാർ ഇന്ന് ഈ വേദിയിൽ നിന്നും വിടവാങ്ങിയാണ്. മൈക്ക്. താങ്ക് യു. നമ്മളെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചുമുള്ള ഒരുപാട് നിമിഷങ്ങളാണ് കടന്നുപോയത്. ഒരുപാട് നന്ദി. അതിനൊരു വലിയ കയ്യടി ഒരിക്കൽ കൂടി നമ്മുടെ കോമഡി ചാക്യാർക്ക് നൽകാം. ശ്രീ ശശി കുളപ്പള്ളിക്ക് നമ്മുടെ ഒരു സ്നേഹോപഹാരം സമർപ്പിക്കുന്നതിനായി ഡോക്ടർ രാധാകൃഷ്ണൻ ഉണ്ണിയെ സാദരം വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ ഹെഡ് ഓഫ് ഫിനാൻസ് ആണ് അദ്ദേഹം. ഹാർട്ടി വെൽക്കം സർ. നമ്മുടെയൊക്കെ ജീവിതത്തെയും സമൂഹത്തെയും സംബന്ധിക്കുന്ന നിരവധി കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ആക്ഷേപഹാസ്യ അവതരണമായിരുന്നു അത്.